PSC എക്സ്പേർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡിലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ചാപ്റ്ററാണ്. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 1789 ജൂൺ 20 ഫ്രാൻസിൻ്റെ രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രവും യൂറോപ്പിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നുമായിരുന്ന പാരീസ് മഴയിൽ കുതിർന്നിരിക്കുകയായിരുന്നു. എന്നാൽ പാരീസിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ തികച്ചും ചൂടേറിയതായിരുന്നു. ഫ്രഞ്ച് പാർലമെൻറ്റായ എസ്റ്റേറ്റ്സ് ജനറലിൻ്റെ മൂന്നാമത്തെ വിഭാഗത്തിൻ്റെ പ്രതിനിധികൾക്ക് പാർലമെൻറ്റിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. അതിനെ തുടർന്ന് അവർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിൽ ജനങ്ങൾക്ക് പരമാധികാരമുള്ള ഒരു ലിഖിത ഭരണഘടന തയ്യാറാക്കുന്നതുവരെ പിരിഞ്ഞു പോകില്ലെന്നവർ പ്രതിജ്ഞയെടുത്തു. ഫ്രാൻസിൻ്റെയും യൂറോപ്പിൻ്റെയും പിൽക്കാല ചരിത്രത്തെ നിർണായകമായി സ്വാധീനിച്ച ജനമുന്നേറ്റത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യ ഭരണക്രമം. ഫ്രാൻസിൽ നിലനിന്നിരുന്ന സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് എതിരെയായിരുന്നു ജനമുന്നേറ്റം ഉയർന്നു വന്നത്. പതിറ്റാണ്ടുകളായി ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൻ രാജവംശമായിരുന്നു. ഈ രാജവംശത്തിലെ ഭരണാധികാരികളെല്ലാം പൊതുവെ സ്വേച്ഛാധിപതികളായിരുന്നു. രാജാധികാരം ദൈവദത്തമാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. എസ്റ്റേറ്റ്സ് ജനറൽ എന്ന പേരിൽ ഒരു പാർലമെൻറ്റ് ഉണ്ടായിരുന്നുവെങ്കിലും അവിടെ നിലനിന്നിരുന്ന പാർലമെൻറ്റിൻ്റെ പേരാണ് എസ്റ്റേറ്റ്സ് ജനറൽ. ദീർഘകാലമായി അത് വിളിച്ചു ചേർക്കാതെയാണ് ഭരണം നടത്തിയിരുന്നത്. 1614 ആയിരുന്നു അവസാനമായി പാർലമെൻറ്റ് യോഗം ചേർന്നത്. ബൂർബൻ രാജാക്കന്മാരിൽ പ്രധാനിയായിരുന്നു ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ലൂയി 14. ഇത് ചോദിക്കാറുണ്ട്, ആരാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത്? ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത്. ഈ ഫ്രാൻസിലെ സ്വേച്ഛാധിപതികൾ വിശ്വസിച്ചത് എന്താണ്? രാജാധികാരം ദൈവദത്തമാണ് എന്നതാണ്. ഓക്കെ, ദൈവദത്താധികാര സിദ്ധാന്തത്തെക്കുറിച്ചാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ദൈവദത്താധികാര സിദ്ധാന്തം അനുസരിച്ച് രാജാവ് ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. രാജാക്കന്മാർക്ക് അവരുടെ അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. അതിനാൽ അവർ ജനങ്ങളോടല്ല ദൈവത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത്. സ്വേച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കുന്നവർ ഈ സിദ്ധാന്തത്തിലാണ് വിശ്വസിച്ചത്. യൂറോപ്പിൻ്റെ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1789 റഷ്യൻ സാമ്രാജ്യം, പോളണ്ട്, പ്രഷ്യ, സ്വീഡൻ, നോർവേ, ഡെൻമാർക്ക്, ഗ്രേറ്റ് ബ്രിട്ടൻ, അയർലാൻഡ്, ജർമ്മനി, ഫ്രാൻസ്, വെനീസ്, പോർച്ചുഗൽ, സ്പെയിൻ, ബാൾക്കൻസ്, ഗ്രീസ്, ഓട്ടോമൻ സാമ്രാജ്യം, ഏഷ്യ മൈനർ എല്ലാം നമുക്ക് ഈ മാപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡീറ്റെയിലിംഗ് ആയി നോക്കാം. ലൂയി 14 തുടർന്ന് അധികാരത്തിൽ വന്ന ആളാണ് ലൂയി 15 കാലത്തെ അഴിമതിയും ധൂർത്തും അദ്ദേഹം തുടർച്ചയായി നടത്തിയ യുദ്ധങ്ങളും രാജ്യത്തെയും ജനങ്ങളെയും ദുരിതത്തിലാക്കി. തൻ്റെ ധൂർത്തിനായി പണം കണ്ടെത്താൻ അദ്ദേഹം ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ അടിച്ചേൽപ്പിച്ചു. ലൂയി 16 പിന്നീട് അധികാരത്തിലെത്തിയത്. 15 ശേഷം 16. എന്നാൽ അദ്ദേഹം ഭരണകാര്യങ്ങളിൽ മതിയായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. വിശ്വസ്തരായ മന്ത്രിമാരുടെ കൈകളിൽ രാജ്യം ഭദ്രമാണ് എന്ന വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്. രാജ്ഞിയായിരുന്നു മേരി ആൻറ്റോയിനറ്റ്. ലൂയി 16 വൈഫായിരുന്നു മാരി ആൻറ്റോയിനറ്റ്. ഭരണകാര്യങ്ങളിൽ തുടർച്ചയായി ഇടപെടുകയും ചെയ്തു. രാജ്ഞിയുടെ ധാരാളിത്തവും ധൂർത്തും രാജാവ് കണ്ടില്ലെന്ന് നടിച്ചു. ഇത് ജനങ്ങളിൽ അതൃപ്തിയുണ്ടാക്കി. ഈ മേരി ആൻറ്റോയിനറ്റാണ് പറഞ്ഞത്, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്നൊക്കെ പറഞ്ഞത്. അവരുടെ അത്രയും ധാരാളിത്തത്തോടു കൂടിയിട്ടുള്ള ലൈഫായിരുന്നു. നമുക്ക് നോക്കാം ഫ്രഞ്ച് സാമൂഹിക വ്യവസ്ഥിതി എന്തായിരുന്നു എന്ന്. പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു. ഇതായിരുന്നു ഫ്രാൻസിൽ അന്ന് നിലനിന്നിരുന്നൊരു സിസ്റ്റം. ഫ്രാൻസിലെ സാധാരണക്കാരുടെ ഇടയിൽ പ്രചാരത്തിലിരുന്ന ഒരു ചൊല്ലായിരുന്നു ഇത്. 18ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകൾ ആയി വിഭജിക്കുന്നു. പുരോഹിതർ 1ാം എസ്റ്റേറ്റിലും പ്രഭുക്കന്മാർ 2ാം എസ്റ്റേറ്റിലും സാധാരണക്കാർ 3ാം എസ്റ്റേറ്റിലുമായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. പുരോഹിതർ 1ാം എസ്റ്റേറ്റ് നമുക്ക് നോക്കാം. വളരെ പ്രബലവും സമ്പന്നവുമായിരുന്നു ഫ്രാൻസിലെ കത്തോലിക്ക സഭ. ഭൂസ്വത്തിൻ്റെ വലിയൊരു ഭാഗവും സഭയുടെ ഉടമസ്ഥതയിലായിരുന്നു. പുരോഹിതരെ എല്ലാതരം നികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. മാത്രമല്ല അവർ സാധാരണ കർഷകരിൽ നിന്ന് ടൈത് എന്ന പേരിൽ നികുതി പിരിച്ചിരുന്നു. ടൈത് എന്ന പേരിലാണ് അവർ സാധാരണക്കാരിൽ നിന്നും ഈ പുരോഹിതന്മാർ നികുതി പിടിച്ചത്. വിളവിൻ്റെ 10% നികുതിയായിട്ട് അവർ നൽകേണ്ടിയിരുന്നത്. ഇത് സാധാരണ കർഷകർക്ക് പുരോഹിതരോട് വിരോധം തോന്നാൻ ഇടയാക്കി. 2ാം എസ്റ്റേറ്റിലുണ്ടായിരുന്നത് പ്രഭുക്കന്മാരാണ്.
ഭരണരംഗത്തെ ഉയർന്ന സ്ഥാനങ്ങളും സൈന്യത്തിലെ ഉയർന്ന പദവികളും കൈയടക്കിയത് പ്രഭുക്കന്മാരാണ്. ഇവർ ഭൂവുടമകൾ കൂടിയായിരുന്നു. ആഡംബര ജീവിതം നയിച്ച പ്രഭുക്കൾ ജനങ്ങളിൽ നിന്ന് വിവിധ നികുതികൾ പിടിച്ചെടുത്തു. 1749 നിയമമനുസരിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിൻ്റെ 1/20 ഭാഗം സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായി നൽകണമായിരുന്നു. ഈ നികുതി വോങ്തിയം എന്നറിയപ്പെട്ടിരുന്നു. ഈ നികുതി ഏത് പേരിലാണ് അറിയപ്പെട്ടത്? വോങ്തിയം. ആദ്യത്തെ 2 വിഭാഗങ്ങളും പുരോഹിതരും പ്രഭുക്കന്മാരും രാജാവിന് ഒരു ചെറിയ തുക മാത്രം നൽകി തന്ത്രപൂർവ്വം ആ നികുതിയിൽ നിന്നും ഒഴിവായിരുന്നു. തങ്ങളുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിനായി രാജവാഴ്ചയെ എതിർക്കുന്നതിന് പുരോഹിതരും പ്രഭുക്കളും ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. പ്രഭുക്കൾ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന വിവിധ രീതികളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. കോവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശമായിരുന്നു കോവി. ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലമൊന്നും നൽകാതെ ജോലി ചെയ്യിപ്പിക്കുക, അതാണ് കോവി. എന്താണ് ബനാലിറ്റി എന്ന് പറഞ്ഞാൽ? വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാറ്, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായി ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ വാടകയും ഇതിൽ ഉൾപ്പെടുന്നു. ബൻവിൻ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിച്ചിരുന്ന വീഞ്ഞിനു മേലുള്ള കുത്തക നികുതിയാണ് ബൻവിൻ. പിയേഷ് എന്ന് പറഞ്ഞാൽ പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കമായിരുന്നു. ടെറാഷ് എന്ന് പറഞ്ഞാൽ വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും പിരിക്കുന്ന പ്രത്യേക കരമായിരുന്നു ടെറാഷ്. വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും പിരിക്കുന്ന പ്രത്യേക തരം കരം എന്താണ് അറിയപ്പെട്ടത്? ടെറാഷ്. പിയേഷ് എന്ന് പറഞ്ഞാൽ പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കമായിരുന്നു പിയേഷ്. കോവി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കാം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 3-ാം എസ്റ്റേറ്റ് അഥവാ സാധാരണക്കാരെ കുറിച്ചിട്ടാണ്. ഉന്നത വിഭാഗങ്ങൾ അനുഭവിച്ച പ്രത്യേക ആനുകൂല്യങ്ങളാൽ ചതയ്ക്കപ്പെട്ട സാധാരണക്കാർ. 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരൻ്റെ അവസ്ഥയാണ് മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ. മധ്യവർഗവും തൊഴിലാളികളും കർഷകരും അടങ്ങുന്നതാണ് ഫ്രാൻസിലെ 3-ാമത്തെ എസ്റ്റേറ്റ്. ഇവർ കോമൺസ് അഥവാ സാധാരണക്കാർ എന്നറിയപ്പെട്ടു. ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉൾക്കൊണ്ടിരുന്ന 3-ാമത്തെ എസ്റ്റേറ്റിലെ ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിലാണ് ജീവിച്ചിരുന്നത്. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളവിൻ്റെ ഒരു അംശം മാത്രമാണ് കർഷകന് ലഭിച്ചിരുന്നത്. ഇവർ രാജ്യത്തിനും പള്ളിക്കും പ്രഭുവിനും വ്യത്യസ്തങ്ങളായ നികുതികൾ നൽകാൻ ബാധ്യസ്ഥരായിരുന്നു. അതിനോടൊപ്പം പ്രതിഫലമില്ലാത്ത അനേകം നിർബന്ധിത സേവനങ്ങളും ഇവർ ചെയ്യേണ്ടി വന്നു. ആവശ്യമുള്ള സന്ദർഭങ്ങളിലെല്ലാം സൈനിക സേവനം അവർ ചെയ്യണം. പൊതുനിരത്തുകൾ, ജലമാർഗങ്ങൾ, പാലങ്ങൾ തുടങ്ങിയവയുടെ മരാമത്ത് പണികൾക്ക് സൗജന്യ സേവനം നൽകുക. വിൽ ഏരിയൽ ഡ്യൂറൻറ്റ്. എന്താണ് വിൽ ഏരിയൽ ഡ്യൂറൻറ്റ്? പ്രശസ്ത ചരിത്രകാരനായ വിൽ ഡ്യൂറൻറ്റും ഏരിയൽ ഡ്യൂറൻറ്റും ഫ്രഞ്ച് വിപ്ലവത്തിൽ മധ്യവർഗത്തിൻ്റെ പങ്കിനെപ്പറ്റി ഇങ്ങനെ പ്രസ്താവിക്കുന്നു. അസംതൃപ്തരായ കർഷകവർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെ പ്രഭുത്വത്തെയും തകിടം മറിക്കുന്ന അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകൾ നിർവീര്യമാക്കുകയും ചെയ്ത ബൂർഷ്വാസിയുടെ മധ്യവർഗ പ്രവർത്തനത്തെയായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സത്ത. വിൽ ആൻഡ് ഏരിയൽ. പ്രശസ്ത ചരിത്രകാരനായിരുന്നു വിൽ ഡ്യൂറൻറ്റും ഏരിയൽ ഡ്യൂറൻറ്റും. ഇങ്ങനെയായിരുന്നു നിലനിന്നിരുന്ന സിസ്റ്റം. രാജാവ് ഏറ്റവും മുകളിലായിരുന്നു. ദൈവദത്താവകാശം. പുരോഹിതർ 1-ാം എസ്റ്റേറ്റിലായിരുന്നു. പ്രഭുക്കന്മാർ 2-ാം എസ്റ്റേറ്റിലായിരുന്നു. മധ്യവർഗവും അതുപോലെ തന്നെ സാധാരണക്കാരും ഉൾപ്പെടുന്നതായിരുന്നു 3-ാം എസ്റ്റേറ്റ്.
നമുക്ക് അടുത്തതായിട്ട് സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ച് നോക്കാം. 1770-കളിൽ ഫ്രാൻസിൽ കാർഷിക രംഗം കടുത്ത പ്രതിസന്ധി നേരിട്ടു. ഉൽപ്പാദനത്തിലെ കുറവായിരുന്നു ഇതിന് കാരണമായത്. ഇത് ധാന്യങ്ങളെയും റൊട്ടിയുടെയും വില വർധനവിന് കാരണമായി. 1730-നും 1789-നും ഇടയിലുള്ള കാലത്ത് ധാന്യങ്ങളുടെ വിലയിൽ 60% വർധനവുണ്ടായി. എന്നാൽ തൊഴിലാളികളുടെ കൂലിയിൽ വർധനവ് 22% മാത്രമായി. തീറ്റപ്പുല്ലിനുണ്ടായ കടുത്ത ക്ഷാമം കന്നുകാലി സമ്പത്തിൽ വലിയ കുറവുണ്ടാക്കി. ജനസംഖ്യയുടെ 1/3 ഭാഗത്തെ ഈ പ്രശ്നം പ്രതികൂലമായി ബാധിച്ചു. ബ്രിട്ടനുമായി ഫ്രാൻസ് ഒപ്പുവെച്ച കച്ചവടക്കരാർ പ്രകാരം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ഇറക്കുമതി തീരുവയിൽ വലിയ കുറവുണ്ടായി. ഇതോടെ ഫ്രഞ്ച് വിപണിയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വന്ന് നിറയുകയും ഫ്രാൻസിലെ കരകൗശല തൊഴിലാളികൾ തൊഴിൽ രഹിതരാവുകയും ചെയ്തു. ഇങ്ങനെ അസംതൃപ്തരായ കർഷകരും കരകൗശല തൊഴിലാളികളും മറ്റ് കൈത്തൊഴിലുകാരും ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി. ഫ്രാൻസിൻ്റെ സാമ്പത്തിക പരാധീനത മറികടക്കുന്നതിനായി ബാങ്കർമാരിൽ നിന്നും വൻതുകകൾ ലൂയി 16 വായ്പയായി സ്വീകരിച്ചു. സർക്കാർ ഈ വായ്പകൾക്ക് പകരമായി ബോണ്ടുകൾ നൽകിയിരുന്നു. ഫ്രഞ്ച് സർക്കാരിൻ്റെ ഖജനാവ് ശൂന്യമായത് ബാങ്കർമാരെ വായ്പ നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. രാജ്യത്തെ ജനങ്ങൾക്കെല്ലാവർക്കും നികുതി ഭാരം ഒരേപോലെ ആയിരിക്കണം എന്നവർ ആവശ്യപ്പെട്ടു. നികുതി ചുമത്തുന്നതിൽ നിലനിന്നിരുന്ന അസമത്വമായിരുന്നു ബാങ്കർമാരടക്കമുള്ള മധ്യവർഗം ഫ്രഞ്ച് ഭരണകൂടത്തിനെതിരാകാനുള്ള പ്രധാന കാരണമാവിയത്. ഇനി ചിന്തകളുടെ സ്വാധീനമാണ്. വോൾട്ടയർ, റൂസോ ഒക്കെ നമുക്കറിയാം. അപ്പം നമുക്ക് നോക്കാം. ഫ്രാൻസിലെ തത്വചിന്തകരും അവരുടെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ അവർ നേരിട്ടുകൊണ്ടിരുന്ന അവസ്ഥ ബോധ്യപ്പെടുത്തുകയും അനീതിക്കെതിരെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച ചില ചിന്തകരെ നമുക്ക് പഠിക്കാം. വോൾട്ടയർ നമ്മുടെ എക്സാമിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. തത്വചിന്തകനും ചരിത്രകാരനും ആക്ഷേപഹാസ്യകാരനുമായ ഒരു മനുഷ്യസ്നേഹിയായിരുന്നു വോൾട്ടയർ. അദ്ദേഹം ഒരു ദൈവനിഷേധിയായിരുന്നില്ലെങ്കിലും തൻ്റെ ലേഖനത്തിലൂടെ പുരോഹിതരെ നിരന്തരം വിമർശിച്ചിരുന്നു. തൻ്റെ നിലപാടുകളും രചനകളും മൂലം അദ്ദേഹം ഫ്രാൻസിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് റൂസോയെക്കുറിച്ചിട്ടാണ്. വിദ്യാഭ്യാസ ചിന്തകനും രാഷ്ട്രീയ മീമാംസകനുമായിരുന്നു റൂസോ. അദ്ദേഹത്തിൻ്റെ കൃതിയായ സാമൂഹ്യ ഉടമ്പടി അഥവാ ദ സോഷ്യൽ കോൺട്രാക്ട് പഠിക്കണം. എക്സാമിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. ദ സോഷ്യൽ കോൺട്രാക്ട് ആരുടേതാണെന്ന്. റൂസോയുടെ ബുക്കാണ്. വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ചു. ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. ഉത്തരവാദിത്തങ്ങൾ രാജാവ് ലംഘിച്ചിരുന്നു. അതിനാൽ രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നല്ല നിയമം നല്ല പൗരനെ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. റൂസോ നിലവിലുള്ള അധികാരഘടനയെ എതിർത്തു. റൂസോയുടെ ആശയങ്ങൾ പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്നതായിരുന്നു റൂസോയുടെ അഭിപ്രായം. അത് പഠിക്കേണ്ട സ്റ്റേറ്റ്മെൻ്റാണ്. മനുഷ്യൻ എല്ലായിടത്തും ചങ്ങലയിലായിരുന്നു. സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ്. റൂസോയുടെ കൃതികൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായി തീർന്നു. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് മൊണ്ടസ്ക്യൂ ആണ്. മൊണ്ടസ്ക്യൂ ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയും രാഷ്ട്രത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചു. നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച അദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനായി ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3ആയി തിരിക്കാമെന്ന് നിർദ്ദേശിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് നിയമത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോ എന്ന ഗ്രന്ഥം. ഗവൺമെൻറ്റിൻ്റെ തത്വങ്ങളും നിയമത്തിൻ്റെ ഭരണഘടനയുടെയും പരിണാമവും വിശകലനം ചെയ്യുന്നു. നിയമത്തിൻ്റെ ആത്മാവ് എന്ന ബുക്ക് എഴുതിയത് മൊണ്ടസ്ക്യൂ ആണ്. ദ സ്പിരിറ്റ് ഓഫ് ലോസ്. ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ ലോക്കിൻ്റെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ നിർണായകമായി സ്വാധീനിച്ചു. തൻ്റെ വിഖ്യാത കൃതിയായ ദ ടു ട്രീറ്റീസസ് ഓഫ് ഗവൺമെൻറ് രാജാവിൻ്റെ ദൈവദത്താവകാശത്തെയും സ്വേച്ഛാധികാരത്തെയും നിരാകരിച്ചു. ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന സാമ്പത്തിക വിദഗ്ധരും ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിരുന്നു. ഇവരിൽ പ്രമുഖനായിരുന്നു ടെർഗോ, നെക്കർ തുടങ്ങിയവർ. ലൂയി 16 ഉപദേഷ്ടാവായിരുന്ന ടെർഗോ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനായി അനേകം പദ്ധതികൾ ആവിഷ്കരിച്ചു. മധ്യവർഗത്തിൻ്റെ താൽപ്പര്യങ്ങളായിരുന്നു ഇവരുടെ സാമ്പത്തിക നയങ്ങളിൽ പ്രതിഫലിച്ചത്. കൃഷിക്ക് പ്രോത്സാഹനം നൽകുക, ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നിവ അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു.
ഈ പരിഷ്കരണങ്ങൾ ഒരു പരിധിവരെ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി. എന്നാൽ മേരി ആൻ്റോയിനറ്റ് ചെലവ് ചുരുക്കാൻ തയ്യാറാകാതിരുന്നത് ടെർഗോ രാജ്ഞിയുമായി ശത്രുതയിലാകുന്നതിന് കാരണമായി. രാജ്ഞിയുടെ എതിർപ്പ് മൂലം ലൂയി 16 ടെർഗോയെ മന്ത്രിസ്ഥാനത്തു നിന്നും പിരിച്ചുവിട്ടു. പുതിയ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട നെക്കർ ടെർഗോയുടെ പരിഷ്കാരം തുടരുവാൻ ശ്രമിച്ചെങ്കിലും ദേശീയ സഭയുടെ എതിർപ്പും ഇംഗ്ലണ്ടുമായുള്ള യുദ്ധവും മൂലം പുറത്താക്കപ്പെട്ടു. തുടർന്ന് അധികാരത്തിൽ വന്ന രാജാവിൻ്റെ ഉപദേഷ്ടാക്കൾക്കും ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ സാധിച്ചില്ല. ഗത്യന്തരമില്ലാതെ നെക്കറെ തിരിച്ചു വിളിക്കാൻ രാജാവ് നിർബന്ധിതനായി. ഓക്കെ, ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള എസ്റ്റേറ്റ്സ് ജനറൽ സമ്മേളിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് അഭിമുഖീകരിച്ച കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഇത് തരണം ചെയ്യാൻ പുതിയ നികുതികൾ ചുമത്തേണ്ടത് അനിവാര്യമായി മാറി. ഇതിനായി നെക്കറിൻ്റെ നിർദ്ദേശപ്രകാരം ലൂയി 16 ഫ്രഞ്ച് പാർലമെൻറ്റായ എസ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. 175 വർഷങ്ങൾക്കു ശേഷം വീണ്ടും എസ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ സംഘാടനത്തെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉടലെടുത്തു. ഫ്രഞ്ച് സമൂഹത്തെ പോലെ എസ്റ്റേറ്റ്സ് ജനറലും 3ആയി വിഭജിക്കപ്പെട്ടു. 3 എസ്റ്റേറ്റുകളും പ്രത്യേക ഹാളുകളിലാണ് സമ്മേളിച്ചിരുന്നത്. ഫ്രഞ്ച് ജനസംഖ്യയുടെ ചെറിയൊരു ശതമാനം മാത്രമായിരുന്നു പുരോഹിതർക്ക്. പ്രതിനിധി സഭയിൽ 285 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഫ്രഞ്ച് ജനസംഖ്യയിൽ ഏകദേശം 1,40,000 മാത്രമായിരുന്നു. പ്രഭുക്കന്മാർക്ക് പ്രതിനിധി സഭയിൽ 308 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രതിനിധി സഭയിൽ 621 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 1-2 എസ്റ്റേറ്റുകളിലെ അംഗത്വം പരമ്പരാഗതമായിരുന്നു. എന്നാൽ 3-ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്നതായിരുന്നു നിലനിന്നിരുന്ന രീതി. ആദ്യത്തെ 2 സഭകളും ഇതിനെ പിന്തുണച്ചു. 1ഉം 2ഉം എസ്റ്റേറ്റുകൾ ഒത്തുചേർന്നാൽ ഭൂരിപക്ഷം ഉറപ്പാക്കി അവർക്ക് ഭരണകൂടത്തെ നിയന്ത്രിക്കാം എന്നതായിരുന്നു ഇതിൻ്റെ കാരണം. തങ്ങൾ പ്രതിനിധീകരിക്കുന്ന വിഭാഗങ്ങളുടെ ആവലാതികളും ആവശ്യങ്ങളും എത്തിച്ചേർന്നവരായിരുന്നു 3-ാം എസ്റ്റേറ്റിലെ എല്ലാ പുതിയ പ്രതിനിധികളും. എന്നാൽ രാജാവായ ലൂയി 16 ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള യാതൊരു മുന്നൊരുക്കവും നടത്തിയില്ല. പാർലമെൻ്ററി സമ്പ്രദായത്തെക്കുറിച്ച് രാജാവിന് വേണ്ടത്ര പരിജ്ഞാനമില്ലാത്തതായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 3-ാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ 3 സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആദ്യത്തെ 2 സഭകളും ഇതിനോട് അനുകൂലിച്ചില്ല. ഇതേ തുടർന്ന് 1789 ജൂൺ 17-ാം തീയതി 3-ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളുടെ ഫ്രാൻസിൻ്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ എന്ന് വിളിക്കുകയും ചെയ്തു. ഫ്രഞ്ച് നാഷണൽ അസംബ്ലി. ഉപരിസഭകളുടെ പിന്തുണയോടെ ലൂയി 16 ഈ സഭ സമ്മേളിച്ചിരുന്ന ഹാൾ അടച്ചിടുകയും പട്ടാളക്കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. ജൂൺ 20 ഴാങ് സിൽവിയൻ ബൈലി, അബ്ബേ CS മിറാബോ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ 3-ാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ സമ്മേളിച്ചു. ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നതുവരെ തങ്ങൾ പിരിഞ്ഞു പോവില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇത് പിൽക്കാലത്ത് ടെന്നീസ് കോർട്ട് എന്നറിയപ്പെട്ടു. ഈ സംഭവമാണ് പറഞ്ഞത് പാഠഭാഗത്തിൻ്റെ ഫസ്റ്റ് ഭാഗത്ത്. ദേശീയ സഭയുടെ ഈ സമ്മേളനമാണ് പിൽക്കാല ചരിത്രത്തിൽ ടെന്നീസ് കോർട്ട് അസംബ്ലി എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ തുടർന്ന് വരുന്ന ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗം എടുക്കുന്നതാണ്. താങ്ക് യു.